ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്താറായി. നമുക്ക് പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിങ്ങിന് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിലായിട്ട് ആദ്യം ഞാൻ ചെയ്തത് ജിഞ്ചർ ക്യാൻഡിയാണ്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഓറഞ്ച് തൊലി കൊണ്ട് നമ്മൾ വിളയിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പ്ലം കേക്കിന് ഏറ്റവും ആ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഫ്ലേവറൊക്കെ കൊടുക്കുന്ന അതാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസിലല്ല ഞാൻ സാധാരണ കേക്ക് ചെയ്യാറ്. പലരും പെട്ടെന്ന് എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ഓറഞ്ച് ജ്യൂസിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ റമ്മിൽ സോക്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഓറഞ്ച് അതിൽ കുറച്ചേ കിട്ടുള്ളൂ. കാരണം ഓറഞ്ച് ജ്യൂസ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ജസ്റ്റാണ് അതിൻ്റെ ഒന്ന് വിളയിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ പീലൊന്ന് വിളയിച്ചെടുക്കാറുണ്ട്. കയ്പില്ലാത്ത ഓറഞ്ച് തൊലി വിളയിച്ചത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1 കിലോ ഓറഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. എനിക്കിപ്പം ഇത്തിരി പഴുത്ത് വരുന്ന ഓറഞ്ചാണ് കിട്ടിയത്. അപ്പോൾ കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പഴുത്തതോ ഈ സൈസിലുള്ള ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ പീലാണ് എടുക്കുന്നത്, അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നല്ല മഞ്ഞ കളറുള്ള ഓറഞ്ച് ആണെങ്കിൽ നല്ല മഞ്ഞ കളറിലിരിക്കും, പക്ഷേ ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ മുസമ്പി വേണമെങ്കിൽ അതും എടുക്കാം. പക്ഷേ അതിൻ്റെ തോല് നമുക്ക് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ സാധനം പൊളിച്ചെടുക്കുന്ന ആ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീൽ മാത്രം എടുക്കണം. അതായത് ഈ ഓറഞ്ചിൻ്റെ പുറത്തുള്ള തൊലി മാത്രമാണ് നമുക്ക് ആവശ്യം. അതായത് ഇതിൻ്റെ അടിയിൽ ഒരു വെള്ള കളറിലൊരു സാധനം കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറം മാത്രമാണ് ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പം അതിൽ നിന്ന് ഈ ഒരു സൈസ് കണ്ട, നമ്മൾ ഇതിനകത്ത് കണ്ട ഒന്നും പെട്ടിട്ടില്ല, ഒരു വെളുത്ത ഭാഗമൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ ആ വെളുത്ത ഭാഗമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്ത ഭാഗം ഇതിനകത്ത് പെടുകയാണെങ്കിൽ നമുക്കത് കഴിക്കും. അതുകൊണ്ട് ഇത് മാത്രം ഇങ്ങനെ പുറമേക്ക് മാത്രം കുറേശ്ശെ ഒന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പീൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പീലർ ഉണ്ടെങ്കിൽ അതിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ പീലർ എടുത്താലും ഇതുപോലെ തന്നെ വരണം. ഇങ്ങനെ ഇത് വരാത്ത രീതിയിൽ വേണം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അങ്ങനെ ഒന്ന് എടുക്കണം. 1 കിലോ ഓറഞ്ച് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് തന്നെ കിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മെനക്കെട്ട പണിയാണിത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഒന്നും പെടാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പീൽ ചെയ്തെടുത്ത ഓറഞ്ച് ഈ ഒരു കണക്കാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ പീൽ ചെയ്തതാണ്. ഇനി നമുക്ക് സാധാരണ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇത് വെച്ച് ഒരു കേക്കോ പോളോ എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു മിക്സറി ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പീൽ ചെയ്തെടുത്ത കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് മാറ്റിയിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ അരഞ്ഞൊന്നും പോകരുത്, പേസ്റ്റ് പോലെ അരയും ചെയ്യരുത്, അങ്ങനെ കട്ടായിട്ടിരിക്കാനും പാടില്ല. അത് ഈ ഒരു കണക്കാണ് വേണ്ടത്. അപ്പം ഇത് ചെയ്തപ്പോൾ എനിക്ക് ശരിയായില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാണ് കറക്റ്റായിട്ട്. നമുക്ക് ഇത്രയും പൊടിയായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ വേറെ ആയിപ്പോൾ. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് അത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കൂടെ തന്നെ മിക്സിയുടെ ജാറും ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കളർ കണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കളറിലിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അടുപ്പിൽ വെച്ച് ഇതൊന്ന് 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതായത് ഇതിൻ്റെ കയ്പ്പ് രസം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും, ഒന്നുകിൽ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കയ്പ്പ് രസം ഇറങ്ങും. അപ്പോൾ എന്തായാലും ഞാൻ ഈ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ് ഞാനൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കായിട്ട് വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട്, അപ്പോൾ കളർ കണ്ടില്ല, ഒരുപാട് വല്ലാത്തൊരു മഞ്ഞ പച്ച കളർ ഇരിക്കുകയാണ്. ഇനി ഒരു ബൗളിൽ വെള്ളവും അടുത്ത് തന്നെ അരിപ്പും ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിപ്പിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. കളർ കണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ കളറ്. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ശകലം ഒന്ന് മാറിയിട്ട് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലോട്ടൊന്ന് മാറ്റണം. കോൾഡാണ്, അപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി വെള്ളത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണോട് മിക്സ് ചെയ്യാതെ കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. അപ്പം ഇതിപ്പോൾ അത് വേണ്ട, സ്പൂണോട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അരിച്ചിട്ട് വീണ്ടും പാനിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വീണ്ടും ഒന്ന് അടുപ്പിൽ വെച്ച് ഇതേപോലെ ഈ പ്രൊസീജിയർ 3 പ്രാവശ്യം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വീണ്ടും തിളപ്പിക്കും. അപ്പോൾ കളറിനുണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ കളറിൻ്റെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ആ കയ്പ്പ് രസം മാറുന്നു എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റാം. നേരത്തെ പോലെ തന്നെ ഞാനിപ്പം വീണ്ടും ബൗളിൽ വെള്ളവും അരിപ്പയും വെച്ചിട്ടുണ്ട്. നമുക്ക് അരിപ്പയിലേക്ക് കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ.
ഇത് ഇത്തിരി മെനക്കെട്ട പണിയാണെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ ആ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെള്ളം നട കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. വീണ്ടും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ തന്നെ വീണ്ടും സ്പൂണിട്ട് ഒന്ന് അതിൻ്റെ ഇത് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അരിപ്പയിൽ കൂടെ വീണ്ടും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ശരിക്കും ഏകദേശം ഇപ്പോൾ നല്ല ക്ലിയറായി വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അതുപോലെ തന്നെ പാനിലിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കയ്പ്പ് മാറുന്നത് കണ്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ക്ലിയർ വാട്ടർ ആയിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ക്ലിയർ വാട്ടർ ആയിട്ടുണ്ട്. നമുക്കതിനെ വീണ്ടും ഇതുപോലെ ഞാൻ നാം കാണുമ്പോൾ അറിയാം, ഇപ്പോൾ അത്ര ഒരു കളറില്ല, ആ കയ്പ്പ് നല്ല മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഒന്നുകൂടെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും അതുപോലെ തന്നെ ഒരു ബൗളിൽ വെള്ളത്തിലോട്ട് ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ വെള്ളം നോക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലൊന്ന് അങ്ങനെ ഇട്ട് വെച്ചേക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റ് തന്നെ വെച്ചിരുന്നു. അതായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്തിട്ട് ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് അരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കയ്പ്പ് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇത്രയും ഞാനിപ്പോൾ ഒന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം നോക്കുമ്പോൾ ക്ലിയർ വാട്ടറായിട്ട് ഇരിക്കുകയാണ്. ഒരു അല്പം പോലും അതിൽ ഒരു മഞ്ഞ കളർ വീണിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കയ്പ്പ് മാറിയെന്നാണ് കേട്ടോ. ഈ കിട്ടിയതിന് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കപ്പ് തികച്ച് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്നൊരു പാനിലോട്ട് മാറ്റുകയാണ്. ഇത്രയേ വന്നിട്ടുള്ളൂ, ഒരു കപ്പ് നിറച്ച് വന്നിട്ടില്ല കേട്ടോ. നമുക്കതിനെ ഒരു പാനിലോട്ട് മാറ്റാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കും നമ്മൾ വിളയിക്കുന്ന ഇനിയാണ്. ഇത്രയും നേരം നമ്മൾ കയ്പ്പ് മാറാനാണ് എടുത്തത്. ഇനിയാണ് ഇതിൻ്റെ പകുതി, അത് എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പും അതിൻ്റെ കുറച്ചുകൂടെ എടുത്ത് അതിൻ്റെയും പകുതിയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതായത് പീൽ എത്രയുണ്ടോ അതിൻ്റെ പകുതി പഞ്ചസാരയുടെ പകുതി വെള്ളം. ഇതാണ് എൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ അതിന് നോക്കി നമുക്കൊന്നുകൂടെ ഒന്ന് പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം അത് ഒരു അല്പം മഞ്ഞ കളറൂടെ ചേർത്തിട്ടുണ്ട്, ഓറഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതാണ് നമ്മൾ ഇതാണ് ശരിക്കും കാൻഡിഡ് പീൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും വെളിയിൽ ഇതിനേക്കാളും കടയിൽ പോയി വാങ്ങിച്ചാൽ പോരെയെന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ നമ്മൾ അത് ചെയ്തെടുക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മളെല്ലാം ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്ത് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശകലം നാരങ്ങ ചേർക്കാം. ക്രിസ്റ്റലൈസ് ആകുന്നുള്ള പേടിയുണ്ടെങ്കിൽ നാരങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പം എന്തായാലും ഈ ഒരു കണക്ക് മതി. തീരെയായിട്ടങ്ങ് വറ്റിച്ച് അങ്ങ് ഇതാക്കണ്ട. ഈ ഒരു കണക്ക് മതി. നമുക്കല്ലാതെ ഇങ്ങനെ പറ്റിച്ച് പാറ പോലെ ആക്കുന്ന ആ ഒരു ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതൊത്തിരി ആയിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് ഇവിടെ മുഴുവനും അടിക്കുന്നത്. ഓറഞ്ചിൻ്റെ ഭയങ്കരമായിട്ടൊരു മണം അടിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഇതിങ്ങനെ ഇതുവരെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി ഒരു അഡീഷണലായിട്ട് ഞാനൊരു സാധനം ചേർക്കാറുണ്ട്. സാധാരണ ചെയ്യുമ്പോൾ അത് കാണുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ഓറഞ്ച് ക്രഷാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്താൽ നന്നായിരിക്കും. വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. ഇപ്പം എപ്പോഴും ചെയ്യുമ്പോഴും ഇത്തിരി ഒരു 2 ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ അതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ഞാനിപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതാണ് ശരിക്കും. ഞാനിപ്പം ആ പച്ച ഓറഞ്ച് ആയതുകൊണ്ട് ആ ഒരു കളർ നമുക്ക് കിട്ടിയതില്ല. ശരിക്കും നല്ല മഞ്ഞ കളർ ഓറഞ്ച് ആയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കളർ തന്നെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുള്ളതാണ്. ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഇതൊന്നും അറിയുകയില്ല കേട്ടോ. എന്തായാലും ഇനി ഇത് ഒരു ഓവർനൈറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കാൻഡിഡ് ഓറഞ്ച് പീല് റെഡി ആയിട്ടുണ്ടാവും. ഇത്രയും പണിയെടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. എന്നാലും ഇത് തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്തായാലും അതോടെ ഇരിക്കട്ടെ. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണേ. അപ്പം അതുവരെ ഞാൻ തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കാം. അപ്പം ഇനി ഇതിൻ്റെ ഒരു ടെക്സ്റ്റാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഹാർഡായിട്ട് ഇരിപ്പുണ്ടോ അതോ അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് വേണ്ട. ഈ ഒരു ജെല്ലി ഫോമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഒരു ഹാർഡായിട്ടല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റാണ് നമ്മുടെ ചെയ്തെടുത്തത്, കറക്റ്റായിട്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പോലും പറ്റുന്നുണ്ട്. പ്ലം കേക്കിന് ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻറ്റാണ് ഈ ഓറഞ്ച് കാൻഡിഡ് പീലും പിന്നെ ഞാൻ ആദ്യം കാണിച്ചെന്ന ജിഞ്ചർ ക്യാൻഡിയും. ഈ രണ്ടുമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പിന്നീടാണ്. പക്ഷേ ഇതാണ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങാം. ഇത്രയും മെനക്കെടാൻ വയ്യ, നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാം. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് പറഞ്ഞെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിൽ തന്നെ ചെയ്തെടുക്കാം. അത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് ചേർത്തതെന്ന് പോലും. നമുക്കിതിൽ ഒരു കെമിക്കൽ പോലും നമ്മൾ ചേർക്കാതെ ആകെ ഞാൻ ചേർത്ത ഇത്തിരി കളർ മാത്രമാണ്, ഫുഡ് കളറാണ് ചേർത്തത്. അത് മാത്രമാണ് ഇതെല്ലാം കാണിച്ചതൊക്കെ നമ്മൾ ഇതിൽ യാതൊരു ട്രിക്കും മറ്റൊന്നുമില്ല. ഇതെല്ലാം നിങ്ങളുടെ മുമ്പ് തന്നെ കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്തതെന്ന് പോലും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരല്പം പോലും ഇതിൽ കയ്പില്ല. അതിനാണ് നമ്മൾ ആ 3 സ്റ്റെപ്പ് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 സ്റ്റെപ്പ് നമ്മൾ അത് തിളപ്പിച്ചൊക്കെ എടുത്തത്.
അതുകൊണ്ട് ഒട്ടും തന്നെ ഇതിൽ കയ്പില്ല. അത് നല്ല പിടിച്ച് നല്ല മധുരമൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിലിരിപ്പുണ്ട്. വീട് മുഴുവനും ഓറഞ്ചിൻ്റെ മണമാണ് കേട്ടോ, അത്രയ്ക്ക് മണമുണ്ട്. ഞാനിത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഞാൻ പ്ലം കേക്കിൽ ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊരു നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്ന പറയാൻ ചിലപ്പോൾ ഇത് വേണ്ടി വരില്ലായിരിക്കും. ഞാൻ ആ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. കാരണം വെച്ചാൽ നമുക്കൊന്നിനും കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് എനിക്കത് ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ റമ്മിലാണ് എപ്പോഴും സോക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് ഈ ഒരു ഐറ്റം. അതുകൊണ്ടാണ് ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഉണ്ടാക്കുന്നതിനനുസരിച്ച് എൻ്റെ കൂടെ എല്ലാവരും കാണണം. നമുക്കെല്ലാം ഒന്നായിട്ട് ഉണ്ടാക്കുക. ഞാൻ എല്ലാം ഉണ്ടാക്കുന്നതിനെ കാണിക്കാം. ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.